ഹായ് ഫ്രണ്ട്സ്, നമ്മളെ കുറേ ഓടി കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ വന്നിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ. മനോഹരമായൊരു സ്ഥലമാണ്. ഒരു സെക്കൻഡ് ഇപ്പോൾ പറയാം. അതിമനോഹരമായൊരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടാനായിട്ട് കുറേ ചുരങ്ങളോടൊക്കെ കയറിയാണ് നമ്മൾ വന്നത്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഈ വഴി ഇതുവരെ വന്നിട്ടില്ല. ഈ വഴി നമ്മൾ പലപ്പോഴും സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റോഡായത്. പക്ഷേ നമുക്ക് ഇവിടേക്ക് വരാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം വനമൊക്കെയാണ്, ഫുള്ള് വനമൊക്കെയാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. മറ്റേ അവിടെ നമ്മൾ രണ്ട് ചേട്ടന്മാരെ കണ്ടില്ല. അവർ ഞാൻ ഉദ്ദേശിച്ച് വന്ന ഡെസ്റ്റിനേഷനൊക്കെ മിസ്സായിപ്പോയി. അങ്ങ് മേളിൽ ഭയങ്കര ഒരു കൊടുമുടി നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കണ്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മൾ ഈ യാത്രകളൊക്കെ ഉണ്ടല്ലോ, ആസ്വദിച്ചങ്ങ് യാത്ര ചെയ്യുക. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. ഇന്ന ഡെസ്റ്റിനേഷൻ പോയെങ്കിൽ മാത്രമേ നമുക്കിന്ന് യാത്ര പൂർത്തീകരിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു നിർബന്ധമൊന്നുമില്ല. ഇന്ന് നമ്മളങ്ങ് പൊളിച്ചങ്ങ് പോവുകയാണ്. നമുക്ക് കിട്ടുന്ന ആ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് സാവകാശം പോകും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അത് വേറൊരു ഇതാണ്. നമ്മൾ ഡബിള് നമ്മുടെ സ്വന്തം സഹചാരിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ലാൻഡ്സ്കേപ്പുകൾ ഒക്കെ കടന്ന് മനോഹരമായ അതിൻ്റെ നടുക്കൂടെ, ഈ ലാൻഡ്സ്കേപ്പിന് നടുക്കൂടെ വളഞ്ഞു പോകുന്ന അതിമനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന റോഡിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ കാലാവസ്ഥ അതാണ്. ഇടുക്കിയുടെ കാലാവസ്ഥ ഇന്ന് മനോഹരമാണ്. അതിഭയങ്കരമായി തണുപ്പുണ്ട് കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ ഡേ ആണ്. അതിൻ്റെ നോമിനേഷൻ കൊടുക്കാൻ വന്നിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ വാഹനങ്ങളാണ് റോഡിൻ്റെ ഈ സൈഡിൽ നമ്മൾ കണ്ടത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ടൗണല്ലായിരുന്നു. എല്ലാവർക്കും അറിയാം. ഞാൻ പല പ്രാവശ്യം ഈ ടൗണിൽ കൂടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ വീഡിയോയിലൊക്കെ പല പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ടൗൺ തന്നെയാണിത്. എന്തായാലും ഇതിലെ കൂടെ ഒന്നുകൂടെ കടന്നു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരിക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻസുകൾ അങ്ങ് അപ്പുറത്തായതുകൊണ്ട് ഈ ടൗണുകൾ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരുപാട് വീഡിയോകളിലൊന്നും നമ്മളിത് ഫുള്ളായിട്ട് എടുത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ ടൗണൊക്കെ കാണിച്ചത് ടൗണിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് നോക്കുക.
ടൗണ് ഇന്ന് പൊതുവെ തിരഞ്ഞെടുപ്പിൻ്റെ ഇതായതുകൊണ്ട് തന്നെ പൊതുവെ തിരക്കാണ് ടൗണിലെല്ലാം. അപ്പോൾ ഇത് നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം ഏലപ്പാറ എന്ന് പറയുന്ന ടൗണാണ്. ഏലപ്പാറ ടൗണിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏലപ്പാറ ടൗൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് വിശാലമായ കാഴ്ചകൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇടുക്കിയുടെ ഭാഗത്തുണ്ട്. ഇവിടെ നിന്ന് ഏലപ്പാറ ടൗണിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നമ്മളൊരു 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ വേറൊരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനിലേക്ക്, സ്വർഗ്ഗതുല്യമായ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്താൻ തരും. നമുക്കറിയാം അത് നമ്മുടെ വാഗമണ്ണാണ്. അപ്പം വാഗമണ്ണൊന്നും നമ്മളിന്ന് പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ ഈ കാണുന്നതിൻ്റെ നമ്മളിതിലെ ഏലപ്പാറ ടൗണിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നിട്ട് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെമ്മണ്ണ് അതുപോലുള്ള പശുപ്പാറ ഉൾപ്പെടെയുള്ള മനോഹരമായ ഡെസ്റ്റിനേഷൻ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇപ്പോൾ ഈ ഷാപ്പ് ഓർമ്മയുണ്ടോ? ഈ ഷാപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ അന്ന് നമ്മുടെ ആദരണീയനായ സംവിധായകൻ അമൽ നീരദിനെയൊക്കെ കണ്ടത്. അപ്പോൾ അവർ ബോഗൻവില്ല സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നായിരുന്നു. ഒരുപക്ഷെ കുറച്ച് നേരം കൂടെ ഞാനവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ പാറയുടെ കീഴിൽ വെച്ചെടുത്ത രംഗങ്ങളൊക്കെ നേരിൽ കാണാമായിരുന്നു. അപ്പോൾ അത് നമുക്ക് മിസ്സായിപ്പോയി. കാരണം നമുക്ക് സമയമില്ലല്ലോ. നമ്മളിങ്ങനെ യാത്രയ്ക്ക് വന്നു, കാണുന്നതിലൊക്കെ ഉപരി നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണം, അതൊക്കെയാണല്ലോ. അപ്പോൾ ഇതല്ലേ ഈ മനോഹരമായ ലാൻഡ്സ്കേപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് ശേഷമുണ്ടല്ലോ, ഈ നിർമ്മാണം ഇതുപോലെ ഹൈടെക്കിലുള്ള നിർമ്മാണത്തിന് ശേഷം ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ മനോഹരമാണ് കാഴ്ച. അങ്ങ് അതിലേക്കുള്ള വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എത്ര മനോഹരമാണെന്നറിയോ. അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഹൈടെക്കാക്കി പണിയുന്നതിന് മുമ്പ് നമ്മൾ ഈ വഴി വന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലം മുതൽ ഈ വഴിയാണ് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ബസ്സിലൊക്കെ. അപ്പോൾ അന്നത്തെ കാഴ്ച, അന്നൊക്കെ ഇടുങ്ങിയ റോഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എത്ര ഭീകരമായിരുന്നു ആ കാഴ്ചകളൊക്കെ, ആ യാത്രയൊക്കെ എന്നറിയോ. കാരണം അപകടം ഉള്ള യാത്രയായിരുന്നു. ഇന്ന് ഇതാ മലയോര ഹൈവേകളെല്ലാം അതിമനോഹരമാക്കി പണിതിരിക്കുന്നു. മലയോര ഹൈവേകളൊക്കെ പണി പൂർത്തീകരിച്ചതോടുകൂടി തന്നെ എത്ര ഈസിയാണ് ഇവിടുത്തെ യാത്ര. പക്ഷേ സൂക്ഷിക്കണം. കാരണം ശ്രദ്ധയൊന്നും തെറ്റിയാൽ വാഹനങ്ങൾ കടന്നു വരും. നമുക്ക് റോഡിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ അപകടം ഉണ്ടാവും. കാരണം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്രയും സൂക്ഷിച്ച് തന്നെ ഈ റോഡ് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അതാ കണ്ടു ഞാൻ പറഞ്ഞില്ലേ, ആ കാഴ്ചകൾ, അകലങ്ങളിലെ കാഴ്ചകൾ നമ്മളെ എത്ര കൊതിപ്പിക്കുന്നു, ആകർഷിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടല്ലോ ഈ സമയമൊക്കെ ഇരുണ്ട് മൂടി കിടക്കും. നമ്മുടെ മേഘങ്ങളൊക്കെ കയറിയിട്ട് നമ്മുടെ കാഴ്ചകളൊക്കെ ഒരു ഇതില്ലാത്ത രീതിയിൽ വെയിൽ ഉറച്ചിട്ട് തന്നെ എത്ര ദിവസമായെന്ന് തന്നെ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടുത്തെ കാഴ്ചയുണ്ട്. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇടുക്കിയാണെന്ന് ഓർത്തോണം. മഴയുടെ കലവറയുള്ള ഇടുക്കിയാണ്. അതായത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴ മാറി നിൽക്കുകയാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു. ഒരു കാർമേഘത്തിൻ്റെ ഒരു തുണ്ട് പോലും നമുക്ക് ആകാശത്തെങ്ങും കാണാനില്ല. നീലാകാശം അങ്ങനെ വെള്ളപ്പഞ്ഞിയാൽ അവിടെ ഇവിടെ കിടക്കുന്ന ഒരു കാഴ്ചയിൽ മേഘങ്ങളും കിടക്കുന്നു. അത്രയ്ക്ക് മനോഹരമാണ് നീലാകാശത്തിൻ്റെ കാഴ്ചകളും. നീലാകാശം ഈ പ്രകൃതിക്ക് നൽകുന്ന സൗന്ദര്യം അത് വേറെ ഒന്നും തന്നെയാണ്. നമ്മളത് കണ്ടു തന്നെ അറിയേണ്ടതായിട്ടിരിക്കുന്നു. ഇടുക്കിയിടയ്ക്ക് ഇത്തരത്തിലുള്ള കാലാവസ്ഥകൾ വളരെ റെയറായിട്ട് കിട്ടുന്ന കാലാവസ്ഥകളാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ നാട്ടുകാരൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പം നമുക്ക് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന കാലാവസ്ഥകളാണ് ഇതൊക്കെ. കാരണം ഇടുക്കി എപ്പോഴും മഴമേഘങ്ങളാൽ മൂടി കിടക്കുന്നതൊക്കെ നമ്മൾ പറച്ചിലുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. അത് മനോഹരമായ ഒരു പള്ളി നമ്മുടെ വിഷയിൽ കാണുന്നുണ്ട് എന്നതുവരെ. അത് എറമ്പടം ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. എറമ്പടം, കരിന്തരുവി, ചപ്പാത്ത്, ആലടി അങ്ങനെയാണല്ലോ വഴി പോകുന്നത്. അങ്ങ് കട്ടപ്പനയിലേക്ക് പോകുന്ന വഴിയാണിത്. ഇതിൽ നേരെ പിടിച്ചു കഴിഞ്ഞാൽ കട്ടപ്പനയ്ക്ക് പോകാം. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡീവിയേറ്റ് ചെയ്താലുണ്ടല്ലോ നമ്മളൊരിക്കലും കാണാത്ത മനോഹരമായ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇടുക്കിയിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. മെയിൻ റോഡ് അത്ര മനോഹരമാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിക്കഴിഞ്ഞാൽ ഉള്ളേരിയകളിൽ നമുക്ക്, അതായത് അൺടച്ചഡായിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാട് ഇവിടെയുണ്ട്. നമ്മളിന്നും അത്തരത്തിലുള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. എവിടേക്കാണ് എന്നൊന്നും കൃത്യമായിട്ടും നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഡെസ്റ്റിനേഷൻസ് ഒന്നും ഇല്ല. നമ്മളിന്നങ്ങ് പോവുകയാണ്. ഇന്ന് മൈൻഡ് റീഫ്രഷിംഗ് ആണ് പ്രധാനമായിട്ട് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടതായിരുന്നു. അപ്പം അതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വീഡിയോ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് നമുക്ക് എന്തായാലും പോകുമല്ലേ, ക്യാമറ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിത് വെച്ചിട്ടങ്ങ് പോകാം, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ചിന്തിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അത്രയ്ക്കും മനോഹരമാണ്. നമുക്കുള്ള നെഗറ്റിവിറ്റീസ് കളയാൻ ഞാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ്
അത് എനിക്കത് പോസിറ്റീവായി വരുന്നുമുണ്ട്. അതുകൊണ്ട് ഞാനത് തന്നെ മുറുകെ പിടിക്കാനത്. ഇത് നമ്മുടെ എന്താ പറയുക, കരിന്തരുവി എന്ന് പറയുന്ന സ്ഥലമാണ്. കരിന്തരുവിയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡിൻ്റെ ലാൻഡ്സ്കേപ്പ് ഉണ്ടല്ലോ, വളരെ മനോഹരമാണ്. കരിന്തരുവി പാലമാണിത്. ഈ പാലം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്, അത് വളരെ മനോഹരമാണ്. പക്ഷേ ക്യാമറയിൽ നമുക്ക് എത്രമാത്രം അത് ഫീൽ ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഒരുപാട് ഷൂട്ടിങ്ങിനൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ റോഡ് മാർഗം നമ്മൾ കാണുന്നുണ്ട്. അതായത് ആകാശ കാഴ്ചകൾ, ഈ റോഡിലൂടെ വണ്ടി പോകുന്ന ആകാശ കാഴ്ചകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും കാണുമ്പം, ഇനി ആ സിനിമകളൊക്കെയാണ് ഇതുപോലെ വിഷ്വൽസൊക്കെ കാണുമ്പോൾ ചിന്തിച്ചാൽ അത് ഈ റോഡിലൂടെയാണ്. ഇതിൻ്റെ ആകാശ കാഴ്ചകളാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കിട്ടുക. റോഡിൻ്റെ ലാൻഡ്സ്കേപ്പ് അടിപൊളിയാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഒരു ഇതും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് മനോഹരമാണ്. നമ്മൾ ഈ ലോണ്ട്രി ഭാഗത്തേക്കുള്ള യാത്രയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ഈ റോഡിൽ കൂടി യാദൃശ്യമായിട്ട് വരാൻ പറ്റും. നമ്മൾ ഇതിലെ അല്ല ലോണ്ട്രിക്ക് പോയതെങ്കിലും, അപ്പോൾ അന്ന് നമ്മൾ കാണിച്ചാണ് ഈ റോഡൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇടുക്കിയുടെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല. ഒരിക്കൽ കാണുന്ന കാഴ്ചയായിരിക്കില്ല. ആ സ്ഥലത്തോട് തന്നെ പോയാൽ രണ്ടാമത്തുള്ള യാത്രയിൽ നമുക്ക് കിട്ടുന്ന വിഷയം എന്ന് പറയുന്നത് അത്രയ്ക്കും കാഴ്ചകളുടെ മനോഹാരിത ഒളിപ്പിച്ചിട്ടുള്ള ഒരു ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ കാഴ്ച ഉണ്ടോ, ഈ കാഴ്ചയിൽ നമ്മളൊരു കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതിലെ ഒരു യാത്ര പോയിരുന്നു. മൂന്നാറിന് പോയതാണ് ഫാമിലിയായിട്ട്. വെളുപ്പിനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5:45-6 മണി, അത് നേരം പുലർന്നു വരുന്ന സമയത്ത് നമ്മളിവിടെ എത്തിച്ചേർന്നു. അന്ന് വന്നപ്പോൾ ഇവിടെ മൊത്തം കോടയായിരുന്നു, സൂര്യപ്രകാശം ചെറുത് കടന്നു വരുന്ന ഒരു സമയത്തായിരുന്നു. അന്ന് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസ് ഞങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ എനിക്ക് അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായും ഞാനിതിൻ്റെ ഈ ഫ്രെയിമിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അത്രയ്ക്ക് മനോഹരമായ ഒരു വിഷ്വൽ ഞങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടുണ്ട്. ഈ കാഴ്ചകളൊക്കെ കടന്ന് നമ്മൾ നേരെ അങ്ങോട്ട് ചെല്ലുന്നത് ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ചപ്പാത്തിനെ കുറിച്ച് പറഞ്ഞാൽ അറിയാമല്ലോ. ചപ്പാത്ത് പാലത്തിൻ്റെ സൈഡിലായിട്ട് മുല്ലപ്പെരിയാർ ഡാമിനുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നാളുകൾ നീണ്ടുനിന്ന് സമരമൊക്കെ നടന്ന ചപ്പാത്ത് എന്ന് പറയുന്ന പ്രസിദ്ധമായ ചപ്പാത്ത്, ചപ്പാത്ത് എന്നാണ് പറയുന്നത്. ചപ്പാത്തിൻ്റെ കെയുടെ ഫുൾ ഫോം എന്താണ്, കട്ടപ്പന ചപ്പാത്താണോ എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ചപ്പാത്ത് എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. അപ്പോൾ ചപ്പാത്തിൽ നമ്മൾ വന്നു. ഇവിടുന്ന് നമുക്ക് ആഹാരം കഴിക്കണം. ഇവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോകാം എന്ന്. ഞാൻ ഇവിടെ സ്റ്റേ ഒന്നുമില്ല, നമ്മൾ ആഹാരം കഴിച്ചു, ഇവിടുന്ന് നേരെ പാലം കടന്ന് നമ്മൾ പോവുകയാണ്. അപ്പം ഈ കാഴ്ചകൾ എത്ര മനോഹരമാണ് എന്ന് എല്ലാവരും കാണുക. വീഡിയോയുടെ ആ മനോഹാരിത മനസ്സിലാക്കുക. നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് എന്തായാലും ഈ വീഡിയോയിൽ നമുക്ക് എത്താമെന്ന് വിചാരിക്കാം. ഇനിയിപ്പം പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻസ് ഒന്നും ചെന്നിട്ട് നമുക്ക് വലിയൊരു കാഴ്ച ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും മനോഹരമായ ഒരു യാത്ര, എൻജോയ്മെൻറ്റ് ചെയ്തുള്ള യാത്ര, അതാണ് നമ്മുടെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ചപ്പാത്തിനപ്പുറം വരെയായിരുന്നു ഈ കൊട്ടിക്കാനത്തു നിന്നുള്ള ആ റോഡിന് നിർമ്മാണം വന്ന് നിന്നിരുന്നത്. അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മുമ്പ് അവിടെ നിന്നായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടുള്ള റോഡുകൾ പണിയാൻ തുടങ്ങി. നമ്മൾ അന്ന് ഇവിടെ വന്നിട്ടൊരു ഈ പണിയുന്ന റോഡിനകത്ത് പെട്ടുപോയൊരവസ്ഥയുണ്ടായിരുന്നു. അത്രയ്ക്കും മാരകമായിരുന്നു അന്നത്തെ യാത്ര ഈ റോഡിലൂടെയുള്ള. ഞാനും മച്ചാനോടുള്ളൊരു യാത്ര. അപ്പോൾ ഈ റോഡൊക്കെ നന്നാക്കിയിട്ട് അടിപൊളിയൊക്കെ പണിതിട്ടുണ്ട്. കട്ടപ്പന വരെ യാത്രയൊക്കെ സുഗമമാണ്. കട്ടപ്പനയ്ക്ക് ശേഷം അങ്ങോട്ടുള്ള റോഡുകളൊക്കെ നേരത്തെ പണിതിട്ടുണ്ട്. അപ്പം കട്ടപ്പന വരെയുള്ള റോഡുകളായിരുന്നു അത്ര മെച്ചമല്ലാത്ത രീതിയിൽ നിന്നിരുന്നത്. ആ റോഡുകൾ ഇപ്പം BNBC ലെവലിൽ ടാർ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മലയോര ഹൈവേകളിലൊക്കെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ആ ഹൈവേകളുടെ യാത്രാ ഭംഗിയും യാത്രയുടെ ആ ഒരു എളുപ്പവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ റോഡുകളൊക്കെ മനോഹരമായിട്ട് നമ്മൾ പണിത് അതിൻ്റെ ആ റോഡിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ മേരികുളം നമ്മൾ വന്നിട്ട് മേരികുളം ജംഗ്ഷനാണിത്. മേരികുളം ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് ഡീവിയേഷൻ എടുക്കുകയാണ്. ഇവിടേക്ക് ഈ മേരികുളം ജംഗ്ഷനിൽ റൈറ്റിലേക്ക് ഒരു വഴി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ മെയിൻ റോഡ് വിട്ടിട്ട് ഇച്ചിരി ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ആ വഴിയിലൂടെയുള്ള യാത്ര കഴിഞ്ഞോട്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പം കുത്തനെയുള്ള കയറ്റത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. വലിയ വീതിയൊന്നുമില്ലാത്ത സാധാരണ നാടൻ റോഡാണ്. ടാർ ചെയ്തിട്ടുണ്ട്, ചിലയിടത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റോഡിൽ കൂടെ നമ്മൾ പോകാം എന്ന് വിചാരിക്കുന്നു. ചില സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം വ്യൂ പോയിൻ്റൊക്കെ കാണുന്നുണ്ട്. എങ്കിലും വീതി കുറവുള്ള റോഡായതുകൊണ്ട് തന്നെ, ഇനിയും വർക്ക് എത്താത്ത റോഡായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് പോകണം ഇതിൽ. അപ്പോൾ ഇത് കയറ്റവും ഇറക്കവും മാത്രമാണ്. ഒരു കയറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ കിലോമീറ്ററോളം വലിയ കയറ്റമായിട്ടത് നടക്കുകയാണ്. പിന്നീട് ഇറക്കം വരുമ്പോൾ ആ ഇറക്കത്തിൻ്റെ കാഴ്ച നമുക്ക് ആസ്വാദകരമായ റോഡാണ്, നാടൻ റോഡാണെങ്കിൽ പോലും. ഇത് നല്ലൊരു ഇറക്കമാണ് അങ്ങോട്ട്. ആ ഇറക്കം അങ്ങോട്ട് തീർന്ന ഉടനെ തന്നെ നമുക്ക് വീണ്ടും ഒരു കയറ്റത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് തോന്നുന്നത്. ഇതൊരു കയറ്റം തന്നെയാണ്. കയറ്റത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഇതൊരു മനോഹരമായ അനുഭവമായി മാറിയിട്ടുണ്ട്. ഒരു കയറ്റത്തിന് വലിയൊരു ഇറക്കത്തിന് വലിയൊരു കയറ്റം. ഇത് കണ്ടില്ലേ, ആ കയറ്റം എന്ന് പറഞ്ഞാൽ അങ്ങ് മുകളിലേക്ക് കുത്തനെ കയറ്റം കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് ജനവാസ മേഖലയാണ് ഇതെല്ലാം. പിന്നെ കാപ്പിത്തോട്ടം, ഇരു സൈഡിലും കാപ്പിത്തോട്ടമാണ് കാണുന്നത്. ചിലയിടത്ത് കവുങ്ങുകളുണ്ട്, ചിലയിടത്ത് കൊടികളുണ്ട്, കുരുമുളക് കൊടികളുണ്ട്. പിന്നെ തേയില നമ്മളിതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ല. ഇനി നമ്മൾ തേയിലയുടെ ആ പ്രദേശത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ വിചാരിക്കാം. അത് ഇടുക്കിയുടെ തനതായിട്ടുള്ളൊരു സംഭവമാണല്ലോ ഈ തേയില എന്ന് പറയുന്നത്. അപ്പോൾ തേയിലയുടെ ആ മനോഹാരിത നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഈ റോഡിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോൾ മറ്റൊരു കയറ്റത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇതൊരു ചുരം റോഡാണ്. ഇത് ഒരു വലിയ മലയെ കീറി മുറിച്ചുകൊണ്ടുള്ള റോഡാണ്. നമ്മൾ ഒരു റോഡെല്ലാം എടുത്ത് കാണിക്കുന്നില്ല, പ്രധാനപ്പെട്ട ചുരം മാത്രം കാണിച്ച്, വളവുകൾ മാത്രം കാണിച്ച് നമുക്കിങ്ങ് പോകാം. കയറ്റമാണ്, കണ്ട വലിയ കയറ്റമാണിത്. നമ്മൾ ഇത്രയും വന്നതിലേക്കും ഏറ്റവും വലിയ കയറ്റം ആണ് ഈ കാണുന്നത്. അപ്പം ബസ് റൂട്ടൊക്കെ ഉണ്ട് ഇതിൽ, ബസ് റൂട്ടുണ്ട്. ഇത് എനിക്ക് കുമ്മളിക്കുള്ള ഷോർട്ട് കട്ടായിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. വലിയ കർവുകൾ ഇവിടെ ഉണ്ട് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പം ചെറിയൊരു ടൗണിലേക്കാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു മലയോര പ്രദേശം, പുല്ലുമേട്, അതായത് ഇത് പുല്ലുമേടാന്ന് തോന്നിയത്. പുല്ലുമേട് ജംഗ്ഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അതെ, പുല്ലുമേട്ടിൽ നമ്മളിവിടെ ഒരു 2 പേരെ കണ്ടിരുന്നു. ഈ റോഡ് എടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നേരെ ചെങ്കര എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റോഡാണ്. അപ്പം ഇവിടെ 2 പേരെ കണ്ടിരുന്നു. അവരാണ് ഈ റോഡ് സജസ്റ്റ് ചെയ്തത്. നേരെയുള്ള റോഡിലൂടെയാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിച്ചത്. വെള്ളാരംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. വെള്ളാരംകുന്ന് സ്ഥലവും ചെങ്കര റോഡും രണ്ടും 2 റൂട്ടാണെങ്കിൽ പോലും ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുന്ന റോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതെടുക്കാൻ കാര്യം, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയുണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും നമ്മൾ സാവകാശം ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാനായിട്ടാണ് ഇതിലെ പോകുന്നത്. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ആ ഡെസ്റ്റിനേഷൻ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. കാരണം ഇന്നത്തെ ഈ യാത്രയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ ഉള്ളതുകൊണ്ട്, മനോഹരമായ റോഡ് ട്രിപ്പാണ് എങ്കിൽ പോലും അതൊന്ന് കാണുക എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നറിയില്ല. അത് കണ്ടില്ല, മനോഹരമായ ആ റോഡിനകത്തെ ആ വലിയ കർവുകൾ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അത്രയ്ക്ക് മനോഹരമാണ് റോഡ്. ലാൻഡ്സ്കേപ്പിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഭംഗിയുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, എത്ര മനോഹരമാണെന്നൊന്ന് കാണാം. ഓക്കെ, നമ്മൾ തേടി വന്ന ഡെസ്റ്റിനേഷൻ നമുക്ക് കിട്ടിയില്ല, അതൊരു സത്യമാണ്. പിന്നെ വെള്ളാരംകുന്ന് എന്ന് പറഞ്ഞ പ്രദേശമാണ് നമ്മൾ വരാനായിട്ട് ഡെസ്റ്റിനേഷൻ ഇട്ടിരുന്നത്. വെള്ളാരംകുന്ന് അവിടെ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ നമ്മൾ പിന്നെ കുമ്മളിക്ക് ചാടേണ്ടതായിട്ട് വരും. കുമ്മളി നമുക്ക് ഒരുപാട് ദൂരം ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് കുട്ടിക്കാനം എത്തി നമ്മുടെ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ.
അപ്പോൾ അത് നമുക്ക് വേറൊരു ദിവസം എന്തായാലും നമ്മൾ വഴി കണ്ടുപിടിച്ചല്ലോ, വേറൊരു ദിവസം ആ ഡെസ്റ്റിനേഷൻ നമുക്ക് പിടിക്കാം. അപ്പോൾ ഇവിടുന്ന് ഒരു മനുഷ്യല്ല, ഒരു ഓട്ടോ വരുന്നുണ്ട്, ആ തേയിലക്കാട്ടിന് ഇടയ്ക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഇവിടുന്ന് ആളൊന്നുമില്ല. പിന്നെ നെല്ലി ചങ്കര റോഡ്, ആ കുന്നുണ്ട്, ആ കുന്നിൻ്റെ അവിടെ വന്നിട്ടാണ് അന്നേരം വഴി നമുക്ക് അവർ ഇങ്ങോട്ടുള്ള പറഞ്ഞു തന്നത്. അപ്പോൾ അത് ഉണ്ടാവും, നല്ല രസമല്ലേ ഇത്, അവിടെ കയറാൻ വലിയ പാടാണെന്നാണ് പറഞ്ഞത്. ഇതിൽ കയറുമെന്ന പുള്ളി അവർ കണ്ടങ്ങോണ്ട് കയറിയിട്ടൊക്കെ ഉണ്ട് ഇവരെ ചെറുപ്പത്തിലേക്ക്. അത് നമുക്ക് ഇനി അത് കണ്ടുപിടിച്ചൊക്കെ കയറാൻ പാടാണ്. വണ്ടി പോകുന്നുണ്ടോ? അവഞ്ചർ മൈലേജിനൊരു ഇച്ചിരി വിഷയം കാണിക്കുന്നുണ്ട് ഇവള്. അതിനെ നമുക്ക് ഇനിയും പെട്രോളിൻ്റെ പ്രത്യേകത കൊണ്ടാണെന്നറിയില്ല, മൈലേജ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇന്ന് അടിച്ച് സെറ്റ് ചെയ്യണം, മൈലേജൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മുടെ സ്വന്തം ഡബിൾ ഉണ്ടോ? ഇത് കണ്ടിട്ട് എന്നെ ചോദിക്കുന്നത് എന്നെ ആരെങ്കിലും കുരിശത്തറച്ചെന്ന് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അവിടെ 2 ഫോട്ടോ ഒക്കെ പിടയ്ക്കാം മരത്തിൻ്റെ ചോട്ട് നിന്നിട്ട് കേട്ടോ. അല്ലേ കാണുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം, കാണട്ടെ അങ്ങോട്ടാ. നമ്മളിവിടെയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് ആൾക്കാരൊക്കെ അറിയട്ടെ, 4 പേര് അറിയട്ടെ. പ്രത്യേകിച്ച് പറയണമെന്നില്ലെങ്കിലും എല്ലാവരും കാണീരല്ലേ, എല്ലാവരും കാട്ടിക്കോട്ടിലല്ലേ അല്ലേ? അത് തന്നെ, എല്ലാവരും കാട്ടിക്കോട്ടിൽ തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ലൊക്കേഷൻ എൻ്റെ വീഡിയോയിലൂടെ ആരും കണ്ടിട്ടില്ല, ഞാനും ഈ ലൊക്കേഷൻ ആദ്യമായിട്ട് കാണുന്നത്. ഇതിൻ്റെ വേറൊരു വീഡിയോ യഥാർത്ഥത്തിൽ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുമില്ല കേട്ടോ. അങ്ങനെ ഒരു വിഷയമുണ്ട്, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം മൊത്തത്തിൽ വെറൈറ്റി കിട്ടിയ ഒരു ഇതിലുള്ള ഈ ചുരം റോഡുണ്ടല്ലോ, അതിമനോഹരമാണ്. ചുരം റോഡിൽ കൂടെയുള്ള യാത്ര കേട്ടോ. നമ്മൾ ഈ വലിയ ചുരം എന്നൊക്കെ പറയുന്നെങ്കിലും എണ്ണം കുറവാണെങ്കിലും മനോഹരമായ ചുരം. ഇനി അങ്ങോട്ട് ഫുള്ള് തേയിലത്തോട്ടമാണെന്ന് പറഞ്ഞത്. അത് ഇതുപോലുള്ള ഒരു ലാൻഡ്സ്കേപ്പിലാണ് ഈ തേയിലത്തോട്ടം നിൽക്കുന്നെങ്കിലുണ്ടല്ലോ, അതൊരു മനോഹര കാഴ്ചകളായിരിക്കും നമുക്ക് തുറന്ന് അങ്ങോട്ട് കിട്ടുന്നത്. ഇനി എന്തായാലും നമുക്ക് പോകെ അറിയാവേ. നമ്മളെന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഈ റൂട്ട് നമ്മൾ നേരെ പിടിച്ച് നമുക്ക് കിട്ടാവുന്ന കാഴ്ചകളൊക്കെ എടുത്തിട്ട് പോവുക. നേരെ പെരിയാറിൽ ഇറങ്ങുക, വണ്ടിപ്പെരിയാർ ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ കുട്ടിക്കാനം പിടിച്ച് അങ്ങ് പോകാം. പെട്രോളിൻ്റെ ഒരു വിഷയം കൂടെ ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പം പെട്രോൾ പമ്പ് കണ്ടതാണ്, നമ്മളത് ഇച്ചിരി ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാൻ പറ്റിയില്ല. മൈലേജ് ചേട്ടൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതൊന്നും തീരത്തൊന്നുമില്ല. പക്ഷേ ഒറ്റയ്ക്കുള്ള യാത്രയിൽ ഡെസ്റ്റിനേഷൻ അറിയാത്തതാകുമ്പോൾ നമുക്ക് ഈ കരുതലൊക്കെ ഉണ്ടാകും നല്ലത് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ചെറുകെ പോകാം.